അസ്സലാമു അലൈക്കും. ജിന്നെ, എനിക്ക് എനിക്ക് മരിക്കാൻ തോന്നുന്നു. മരിക്കാനോ? നിമിഷ നേരം കൊണ്ടവൻ സുറുമിയുടെ ജിന്നായി മാറി. അതെ, എനിക്ക് മരിച്ചു കളയാൻ തോന്നുക ജിന്നെ. എന്തിനാ ഇങ്ങനൊരു ജീവിതം? അവൾ തൊട്ടടുത്തുണ്ടെന്ന പോലെ ആ ഇടർന്ന മനസ്സിൻ്റെ തെങ്ങൽ അവൻ്റെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു. എന്തേ എന്തേ ഇപ്പോൾ അങ്ങനെ തോന്നാൻ മാത്രമുണ്ടായേ? മാഹിർ വിങ്ങുന്ന നെഞ്ചിൽ തടവിന് ശേഷമാണ് മെസ്സേജ് ടൈപ്പ് ചെയ്തത്. സക്കീറിൻ്റെ നോട്ടം അവനിലാണെന്ന് കണ്ടതും മാഹിർ എഴുന്നേറ്റ് കുറച്ച് അപ്പുറത്തേക്ക് മാറിയിരുന്നു. ഒരു വിരൽത്തുമ്പിനപ്പുറം തൻ്റെ പ്രിയപ്പെട്ടവളുടെ ഉള്ളം വേവുന്നത് അവനിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ചുവെന്നറിഞ്ഞപ്പോൾ സത്യത്തിൽ അവൻ്റെ നല്ല ജീവനെങ്ങ് പോയി. അവളെ ആശ്വസിപ്പിക്കണം. വൈകാതെ നിന്നരികിലേക്ക് ഓടിയെത്താമെന്ന് പറയണം. അവൻ്റെ ഹൃദയം അവൾക്ക് വേണ്ടി മാത്രം തുടിച്ചു. മറ്റെല്ലാ വേദനകളും മാഹിർ മറന്നുപോയിരുന്നു. ഇപ്പോൾ അവൻ്റെ മുൻപിൽ സുറുമി മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് അവളിലേക്ക് പോകണം. മടുത്തു പോവുകയാണ് എനിക്ക്. 4 വർഷം ഞാൻ എൻ്റെ മാഹിക്കയുടെ മടങ്ങിവരവിന് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്നില്ലേ? അതിനേക്കാൾ വലിയ കാത്തിരിപ്പായിരുന്നു ഇന്ന്. രാവിലെയാണ് ഞാൻ അദ്ദേഹം നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. ഇന്നെങ്കിലും എന്നെയും മോളെയും കാണാൻ എൻ്റെ പ്രാണൻ്റെ പാതിയായവൻ ഓടി വരുമെന്ന പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ നിമിഷം വരെ അദ്ദേഹത്തെ കണ്ടില്ല. കാത്തിരുന്ന് എൻ്റെ മൻ ചത്തുപോയി. അദ്ദേഹം എന്നിൽ നിന്ന് ഒരുപാട് അകലേക്ക് പോയതുപോലെ തോന്നാ എനിക്കിപ്പോൾ. ഇനി എൻ്റെ മാഹിക്ക എന്നെ തേടി വരില്ലെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ തോന്നുവാ. തന്നെ ഒരുപാട് അറിയുന്ന ഒരാളോട് പറയും പോലെ സുറുമി അവളിലുള്ളിലെ വിഷമം തുറന്ന് എഴുതിക്കൊണ്ടിരുന്നു. ഞാൻ കരയുന്നത് കണ്ടപ്പോൾ ഇക്കാക്കയും ഉമ്മയൊക്കെ പറഞ്ഞത് എന്താണെന്നറിയോ? മാഹിക്ക സമ്പന്നനായപ്പോൾ സുറുമയെ വേണ്ടാതായി കാണുമെന്ന്. ആളുടെ ഉമ്മയും പെങ്ങന്മാരും പറയുന്ന പോലെ കുപ്പത്തൊട്ടിയിൽ നിന്ന് വന്ന സുറുമയെ ഗൾഫുകാരൻ മാഹിറിനെ മടുത്തിട്ടുണ്ടാവുമെന്ന്. ശരിയായിരിക്കില്ലേ? പറയത്തക്ക സമ്പത്തോ സൗന്ദര്യമോ ഒന്നുമില്ലാത്ത ഈ പെണ്ണിനെ വേണ്ടെന്ന് മാഹിക്കാക്കും തോന്നിക്കാണും. എന്നാലും എൻ്റെ മോളെ കാണാനെങ്കിലും ഇക്കാക്കൊന്ന് വരാമായിരുന്നു. എൻ്റെ കുട്ടിക്ക് എന്ത് മോഹാണെന്നറിയുമോ ഓളെ ഉപ്പാനെ ഒന്ന് കാണാൻ. ഉപ്പ വരുമെന്ന് പറഞ്ഞ് പുത്തനുടുപ്പൊക്കെ ഇട്ട് എന്തൊരു സന്തോഷത്തിലായിരുന്നോ എൻ്റെ മോള്. ഉപ്പയെ കാത്തിരുന്ന് മുഷിഞ്ഞപ്പോൾ ആ കുഞ്ഞു ഹൃദയം മുറിഞ്ഞു കാണും. അവളുടെ വിഷമങ്ങൾ ജിന്നിന് മുമ്പിൽ തുറന്നു വെക്കുമ്പോൾ കണ്ണുകളിൽ നിന്നൊരു തുള്ളി ഫോണിന് മുകളിലേക്ക് അടർന്നു വീണു. ഇനി ഒന്നും എഴുതാൻ കഴിയാതെ അവളുടെ വിരലുകൾക്ക് തളർച്ച ബാധിച്ചു. സുറുമി അയച്ച മെസ്സേജിലെ ഓരോ അക്ഷരങ്ങളും മാഹിറിനെ അങ്ങേയറ്റം വെറുപ്പോടെ തുറച്ചു നോക്കി. ദുഷ്ടൻ, കണ്ണിൽ ചോര ഇല്ലാത്തവൻ. ആ പാവം പെണ്ണിനെ വേദനിപ്പിച്ച് മതിയായില്ലേ നിനക്ക്? അവ ഓരോന്നും അവനെ നോക്കി ദഹിപ്പിച്ചു. സുറുമി, ഞാൻ വരാടി. ഇനിയും വേദനിപ്പിക്കില്ല ഞാൻ നിന്നെ. ചത്തു കളയുമെന്നൊന്നും പറഞ്ഞേക്കില്ലേ മോളെ? നീ ഇല്ലേൽ പിന്നെ ഞാനുണ്ടോ പൊന്നെ? മാഹിറിൻ്റെ ഹൃദയം അവളുടെ പേര് വിളിച്ച് അലമുറയിട്ടു. വിറക്കുന്ന വിരൽത്തുമ്പ കൊണ്ടുവാൻ അവൾക്ക് വേണ്ടി കുറിച്ചു. എന്താടോ താൻ ഇങ്ങനെ? ഈ ചെറിയ കാര്യത്തിന് മരിക്കാൻ തോന്നോ എന്നൊക്കെ പറഞ്ഞാലോ? പ്രവാസിയുടെയും അവൻ്റെ ഭാര്യയുടെയും ജീവിതത്തിന് കാത്തിരിപ്പ് എന്നൊരു അർത്ഥം കൂടിയുണ്ട്. തൻ്റെ ഭർത്താവ് തന്നെ മറന്നതൊന്നുമാവില്ല. നീ കാത്തിരിക്കുമ്പോൾ അയാൾ നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഇന്ന് വരാൻ പറ്റി കാണില്ല. താൻ നോക്കിക്കോ, നാളെ തൻ്റെ ഭർത്താവ് തന്നെ കാണാനെത്തും. 4 വർഷം നീ അവന് വേണ്ടി ഒരു പരാതിയും പരിഭവമില്ലാതെ കാത്തിരുന്നില്ലേ? ഇന്നൊരു രാത്രി കൂടി കാത്തിരിക്കും പെണ്ണേ. അവൻ വരും. നിന്നെയും നിൻ്റെ മോളെയും കാണാൻ നിൻ്റെ പ്രാണനായകൻ ഓടി വരും. അവൻ്റെ വാക്കുകൾ അവളുടെ പതക്കുന്ന നെഞ്ചിലേക്ക് പ്രതീക്ഷയുടെ കുഞ്ഞൊരു മഞ്ഞുതുള്ളി കോരിയിട്ടു. എല്ലാവരും മാഹിർ വരില്ലെന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവളുടെ ജിന്ന് മാത്രമാണ് അവൻ തന്നെ തേടി വരുമെന്ന് പറയുന്നത്. വരുവോ? സത്യമായിട്ടും എൻ്റെ മാഹിക്ക് വരുമോ ജിന്നെ? അവളുടെ ചുണ്ടിൽ വിടരാൻ വെമ്പിയ ഒരു പുഞ്ചിരി തുളുമ്പി. ജിന്നിനോട് അവൾക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയ നിമിഷമായിരുന്നു അത്. വരുമടോ, ഈ ജിന്ന് വെറുതെ ഒന്നും പറയാറില്ല. എനിക്ക് ചെറിയൊരു ദിവ്യശക്തി ഉണ്ടെന്ന് കൂട്ടിക്കോ. നാളെ തന്നെ ഭർത്താവ് തീർച്ചയായിട്ടും വരും. പിന്നൊരു കാര്യം, ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമില്ല കേട്ടോ. ചെറിയ കാര്യങ്ങൾക്ക് ചാവും വേവും എന്നൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞുമോളുടെ മുഖത്തേക്കൊന്ന് നോക്ക്. ജിന്നെ വീണ്ടും അവളെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ വാക്കുകൾ അവൾക്ക് സ്വാതന്ത്ര്യമേകി. ഉറക്കം വരും വരെ അവളുടെ ചാറ്റ് നീണ്ടുപോയി. ജിന്നിൻ്റെ വാക്കുകൾ ചെറിയ ഉന്മോഷമൊന്നുമല്ല സുറുമിക്ക് നൽകിയത്. മാഹിക്ക വരുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് സുറുമി ആ പ്രഭാതത്തെയും വരവേറ്റത്. പിറ്റേന്ന് രാവിലെ അടിച്ചുവാരി കരിയിലക്കൂട്ടത്തിലേക്ക് തീയിട്ട തുമ്പി നിവർന്നു നിന്നതും പടിക്കൽ നിൽക്കുന്ന മാഹിറിനെ കണ്ടു.
കണ്ണുകൾ വിടർന്നെങ്കിലും അതേ നിമിഷം തന്നെയൊരു നിരാശ ആ മുഖത്ത് വന്നിരുന്നു. തുമ്പി അകത്തേക്ക് ഒറ്റയോട്ടമായിരുന്നു. ഇത്താത്താ! കിതച്ചോടിക്കൊണ്ട് തുമ്പി അകത്തേക്ക് വരുമ്പോൾ സുറുമി അടുക്കളയിൽ സഹായിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. തുമ്പി ഓടി വന്ന് സുറുമിയുടെ മുമ്പിൽ നിന്ന് കിതക്കുന്ന നെഞ്ചിൽ കൈവച്ചു. ഇത്താത്താ, ദേ ദേ അവിടെ! വാക്കുകൾ പുറത്തേക്ക് കിട്ടാതെ തുമ്പി ഉമ്മറത്തേക്ക് ചൂണ്ടി. എന്താടി? പെണ്ണിൻ്റെ കിളി പോയ കളി കണ്ട് സുറുമി പകപ്പോടെ ചോദിച്ചു. ഇത്ത ഇങ്ങോട്ട് വാ, ഞാനൊരാളെ കാണിച്ചു തരാം. ആരാണെന്നോ എന്താണെന്നോ വെളിപ്പെടുത്താതെ തുമ്പി അവളുടെ കൈ പിടിച്ചു വലിച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുപോയി. ഒരു പാവയെപ്പോലെ അവളുടെ പിറകെ വന്ന സുറുമി മുറ്റത്തേക്ക് നോക്കേണ്ട താമസം. അവളുടെ ഹൃദയം അതിയായ സന്തോഷം കൊണ്ട് മിടിക്കാൻ മറന്നുപോയി. അവളുടെ കണ്ണ് നിറഞ്ഞു, ചുണ്ടുകൾ വിറപൂണ്ടു. എൻ്റെ മാഹിക! കണ്ണുമിടറി വാക്കുകൾ പുറത്തേക്ക് വരാതെ പിടഞ്ഞു. തൊണ്ടയിൽ ഒരു കരച്ചിൽ കനത്തു. 4 വർഷത്തിന് ശേഷമുള്ള കൂടിക്കാഴ്ചയാണ്. ഓടിച്ചെന്ന് ആ മനുഷ്യൻ്റെ നെഞ്ചിലേക്ക് വീഴാൻ തോന്നിയ അതേ നിമിഷം തന്നെ അവനോട് പരിഭവം തോന്നി. കുറേ ദിവസമായില്ലേ എന്നോടൊന്ന് മിണ്ടിയിട്ട്? നാട്ടിൽ വന്നിട്ടും എന്നെ കാണാൻ വന്നില്ലല്ലോ. സങ്കടം ഉള്ളിലൊതുക്കി തിക്കുമുട്ടി പുറത്തേക്ക് ചാടാൻ വെമ്പി. കണ്ണുകൾ കൊണ്ടവൻ അവനെ ഒന്നാക്കി ഒഴിഞ്ഞു നോക്കി. അവളുടെ പ്രേതമൻ്റെ ഓരോ മാറ്റവും അവൾ കണ്ടുപിടിച്ചു. സുറുമി ആ ഉമ്മറപ്പടയിൽ തന്നെ നിൽക്കുന്നത് കണ്ട് മാഹിർ അവളുടെ അടുത്തേക്ക് വന്നു. സുറുമി വിളിക്കുമ്പോൾ അവൻ്റെ ചങ്കൊന്നിടറി. ആ വിളി കേൾക്കാൻ കൊതി തോന്നി. എങ്കിലും ശബ്ദം എവിടെയോ തടഞ്ഞു നിന്നു. അവൾ വാ തുറക്കും മുമ്പേ അവളുടെ പിറകിൽ നിന്ന് ലൈല മാഹിറിനെ കണ്ടു കഴിഞ്ഞിരുന്നു. ഹോ, ആരാത്? പുന്നാരും മരുമോനോ എൻ്റെ? വഴിമാറി വന്നത് കൊണ്ടാണോ അകത്തേക്ക് കയറാതെ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ലൈലുമ്മയുടെ പരിഹാസച്ചുവയുള്ള ചോദ്യം കേട്ട് മാഹിറിൻ്റെ മുഖം അല്പം താഴ്ന്നു. അവനിത് പ്രതീക്ഷിച്ചതാണ്. ഏതൊരു ഉമ്മയും മോളുടെ സങ്കടം കണ്ടാൽ എങ്ങനെയൊക്കെ തന്നെയാവും പ്രതികരിക്കുന്നത്. താനിത് അർഹിക്കുന്നുവെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവൻ ഒരക്ഷരം മിണ്ടാതെ നിന്നതേയുള്ളൂ. കല്ല് വേഗം അകത്തേക്ക് പോയി ഷഹീറിനെ വിളിച്ചു കൊണ്ടുവന്നു. ഷഹീർ മാഹിറിനെ നോക്കി. അളിയൻ വന്നിട്ട് 2 ദിവസമായെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോഴാണോ കുഞ്ഞിനെയും ഭാര്യയെയും ഓർമ്മ വന്നത്? ഷഹീർ മുഖത്തേക്ക് തന്നെ നോക്കി ചോദിച്ചു. അത് ഞാൻ ഇന്നലെ വരാനിരുന്നതാ. അപ്പോഴേക്കും ഉപ്പാക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. മാഹിർ പതർച്ചയോടെ ന്യായങ്ങൾ നിരത്തി. അതോടെ ഷഹീർ ഒന്നയഞ്ഞു. അവനറിയാം, മാഹിറിനെ വലക്കുന്ന എന്തെങ്കിലും പ്രശ്നമില്ലാതെ അവൻ അവൻ്റെ പെണ്ണിനെ അവഗണിക്കില്ലെന്ന്. എന്നാൽ ലൈലുമ്മ ഒരംഗത്തിന് ഒരുങ്ങി മുന്നോട്ട് വന്നു. ഇതൊക്കെ ഒരു ന്യായമാണോ മാഹിറെ? ഉപ്പാനെയും ഉമ്മാനെയും പോലെ എനിക്ക് പ്രിയപ്പെട്ടവരല്ലേ എൻ്റെ ഭാര്യയും കുഞ്ഞും. ഉപ്പാക്ക് വയ്യെന്നും നാളെ വരാമെന്നും നിനക്ക് സുറുമയോടൊന്ന് വിളിച്ചു പറയുമെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? നീ അത് ചെയ്തോ? എൻ്റെ മോൾക്ക് നീ ഒന്ന് വിളിച്ചോ? എന്നിട്ടിപ്പോൾ കീറി വന്നിരിക്കുന്നു. ലൈല പുച്ഛത്തോടെ വാക്കുകൾ തുപ്പി. മാഹിർ സുറുമയുടെ മുഖത്തേക്ക് നോക്കി. അവൾ ചുറ്റും നടക്കുന്നതൊന്നും അറിയുന്നില്ലെന്ന പോലെ നിറഞ്ഞു നിഴുന്ന കണ്ണുകളാൽ ആർത്തിയോടെ തന്നെ നോക്കുകയാണ്. ഇവളെ ഞങ്ങൾ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നതല്ലേ? എന്നിട്ട് ഈ കഴിഞ്ഞുപോയ 4 വർഷം എൻ്റെ വീട്ടിൽ സുറുമി എങ്ങനെയാണ് കഴിഞ്ഞു കൂടിയതെന്ന് ഈ അന്വേഷിക്കാറുണ്ടോ? ഉണ്ടോ മാഹിറെ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എൻ്റെ വീട്ടിലെ വിഴുപ്പലിക്കുകയും അവിടുത്തെ പട്ടിപ്പടി ചെയ്തുമാണ് എൻ്റെ മോള് ഈ 4 വർഷം അവിടെ ജീവിച്ചത്. ഈ പോയതിൽ പിന്നെ ഒരു രാത്രിയെങ്കിലും അവൾ സമാധാനത്തോടെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അവളിട്ട് ഡ്രസ്സിൻ്റെ ഒരു കോലം നോക്കുന്നേ. പിഞ്ചി കീറിയ തുന്നി കൂട്ടിയാണ് അവളും കുഞ്ഞുടുക്കുന്നത്. ചവിട്ടിയൊക്കെ ഇടാൻ പോലും കൊള്ളില്ലെന്നും. പേരിന് ഗൾഫുകാരൻ്റെ ഭാര്യയാണ്. പുറത്തുനിന്ന് നോക്കുന്നവൾക്ക് അവൾ ഭാഗ്യതയാണെന്നൊക്കെ തോന്നും. എൻ്റെ മോള് തിന്നു തീർക്കുന്ന വേദനയെ അവർക്കൊന്നും അറിയില്ലല്ലോ. ഇഷ്ടപ്പെട്ടതെന്തെങ്കിലും വാങ്ങാനോ അവൾ കുഞ്ഞിനൊരു രോഗം വന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിലോ എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് കൈ നീട്ടി ഇരുന്ന് വാങ്ങിക്കേണ്ട ഗതികേടായിരുന്നു അവൾക്ക്. ആ സ്ത്രീ വാ തുറക്കുന്നത് തന്നെ തിന്നാനും എൻ്റെ മോളെ കുറ്റം പറയാനാണെന്ന് തോന്നും. രാവില്ല പകലില്ല അധ്വാനിച്ച് ഉമ്മ പറയുന്ന പണം നാട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോഴേ അതിൻ്റെ 4 ഭാഗ്യങ്ങളും എൻ്റെ പെണ്ണിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവളെ കയ്യിൽ കൊടുക്കണമെന്ന് പറയാൻ നിനക്കിതുവരെ തോന്നിയിട്ടില്ലല്ലോ. പിന്നെ താനൊക്കെ എന്ത് ഭർത്താവാണോ? എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എൻ്റെ മോൾക്ക്? വീട്ടിലേക്കൊരു വേലക്കാരിയാണെങ്കിലേ നീ ഒന്നും വിവാഹം കഴിക്കണ്ടില്ലായിരുന്നു. ഇതിപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം കൂടി തുലച്ചു കളഞ്ഞില്ലേ? ലൈല കത്തിക്കയറി. ഉമ്മ! സുറുമി ദയനീയമായി ഉമ്മയെ വിളിച്ചു. ഉമ്മയുടെ ശ്വാസന കേട്ട് മുഖം കുനിച്ച് നിൽക്കുന്ന തൻ്റെ മാരിനെ കാണുമ്പോൾ നെഞ്ചു പൊട്ടുകയാണ്. ഇനിയൊന്നും പറയല്ലേ ഉമ്മ. സുറുമി ഉമ്മയെ നോക്കി വിതുമ്പിക്കൊണ്ട് തല അനക്കി. എന്തേടി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അവിടെ 4 വർഷം ആ വീട്ടിൽ കഴിഞ്ഞത്?
വാ തുറന്ന് പറയടി ഓനോട്, ഇനി ഞാൻ ആ നരകത്തിലേക്കില്ലെന്ന്. ലൈല സുറുമയെ പിടിച്ച് മാഹിറിൻ്റെ മുൻപിലേക്ക് തള്ളി നീക്കി നിർത്തി. സുറുമയുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു. 1000 കഠാരയേക്കാൾ മൂർച്ചയോടെ ലൈലയുടെ വാക്കുകൾ മാഹിറിൻ്റെ ചങ്കിൽ വന്ന് തറച്ചു. എൻ്റെ സുറുമയെ എൻ്റെ കൂടെ വിടില്ലെന്നാണോ ഉമ്മ പറഞ്ഞത്? അവൻ്റെ നെഞ്ചിലാകെ ഒരു ആളിപ്പടർച്ചയുണ്ടായി. നീ ഇല്ലാതെ ഞാൻ പിന്നെ എങ്ങനെയാ പെണ്ണെ? എനിക്കതിന് കഴിയോ? അവള് ദയനീയമായി നോക്കി നിൽക്കുമ്പോൾ ഹൃദയം ഇങ്ങനെ വെന്ത് നീറുകയാണ്. നീ എൻ്റെ കൂടെ വരില്ലേ സുറുമേ? അവൻ്റെ ഉള്ളം വിലപിച്ചു. സുറുമി കണ്ണു ചിമ്മാൻ മറന്നതുപോലെ അവനെ നോക്കി നിന്നതേയുള്ളൂ. അവളൊന്നും മിണ്ടുന്നില്ല. തന്നെയും നോക്കി മിണ്ടാട്ടം മുട്ടിയതുപോലൊരു നിൽപ്പ്. എന്നോടുള്ള പിണക്കം കൊണ്ടാവും. അവളുടെ മൗനം കണ്ട് അവൻക്ക് വേദനിച്ചു. നിങ്ങളെന്നോട് ക്ഷമിക്കണം ഉമ്മ. എല്ലാം എൻ്റെ തെറ്റാ. ഒരു ഭർത്താവെന്ന നിലയിൽ പൂർണ്ണ പരാജയം തന്നെയായിരുന്നു ഞാനിപ്പോൾ വ്യക്തമായി മനസ്സിലാക്കുന്നു. കുടുംബത്തെ പോറ്റാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നതിനിടയിൽ എൻ്റെ പെണ്ണിൻ്റെയും കുഞ്ഞിൻ്റെയും പല കാര്യങ്ങളും അന്വേഷിക്കാൻ ഞാൻ മറന്നുപോയി എന്നത് വലിയ തെറ്റ് തന്നെയാണ്. അറിയില്ലായിരുന്നു എനിക്ക്. സത്യം, ഇവളെൻ്റെ വീട്ടിൽ ഇത്രയും ദുരിതം തിന്നാണ് ജീവിക്കുന്നതെന്ന് ഇവളെന്നോട് ഒന്നും പറയാറില്ലായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ അതിനുള്ള പ്രതിവിധി കണ്ടേനെ. എല്ലാം എൻ്റെ തെറ്റാ. എൻ്റെ വീട്ടുകാരെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു. സത്യത്തിൽ ഞാനെന്ന യന്ത്രത്തെ അവരെ മുതലെടുക്കുകയായിരുന്നെന്ന് മനസ്സിലാക്കാൻ ഇത്രയും വർഷം വേണ്ടി വന്നെനിക്ക്. മാസാമാസം മുടങ്ങാതെ ഞാൻ പണം അയച്ചു കൊടുത്താൽ അവരെൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും നന്നായി സംരക്ഷിക്കുമെന്നും അവരെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞ് ചെയ്തു കൊടുക്കുമെന്നൊക്കെ കരുതിയ മാഹിറിനെ എൻ്റെ ഉമ്മയും കൂടപ്പിറപ്പുകളും ശരിക്കും മണ്ടനാക്കുകയായിരുന്നു. ഞാനത് അറിഞ്ഞില്ല. അതിനിടയ്ക്ക് ജോലിയിൽ ചെറിയ ചില പ്രശ്നങ്ങളുണ്ടായി. ഉള്ള ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാതെ 4 ചുവരിനുള്ളിൽ കുടുങ്ങിക്കിടന്നപ്പോഴും ഒന്നും ആരെയും അറിയിക്കാഞ്ഞത് ആരെയും വിഷമിപ്പിക്കാൻ ഈ മാഹിറിന് കഴിയാത്തത് കൊണ്ടാ. പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഉരുണ്ടുകൂടി. അവനെ നോക്കി നിന്നവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൻ്റെ ചിരി കാണാനും സുറുമിക്കെന്നും ഇഷ്ടം. ആ കണ്ണുകൾ നിറഞ്ഞു കാണുമ്പോൾ ഹൃദയത്തിൽ വല്ലാത്തൊരു വേദന. എന്നാലും അവന് പറയാനുള്ളത് മുഴുവൻ കേൾക്കണമല്ലോ. ഇത്രയും നാൾ സുറുമിയോട് കാണിച്ച അകൽച്ചയുടെ കാരണം അവൾക്കും അറിയണമല്ലോ. ഇനി ഒരിക്കലും എൻ്റെ സുറുമിക്ക് ഇതുപോലൊരു അവസ്ഥ വരാൻ ഈ മാഹിർ സമ്മതിക്കൂല. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അവളെ എൻ്റെ കൂടെ വിടില്ലെന്ന് മാത്രം ഉമ്മ പറയരുത്. കുറ്റബോധത്തിൽ കുതിർന്ന സ്വരത്തിൽ പറഞ്ഞ മാഹിർ ലൈലുമ്മയുടെ നേരെ കൈകൂപ്പി. ഷഹീറിനും തുമ്പിക്കും കല്ലുവിനും ഒരുപോലെ അവനോട് ഉള്ളലിവ് തോന്നി. അവരെ കുത്തുവാക്കുകളും ഉപദ്രവമൊക്കെ സഹിച്ച് ഇത്രയും നാൾ അവിടെ പിടിച്ചു തൂങ്ങി നിന്നത് സുറുമയല്ലേ? അവളല്ലേ പറയേണ്ടത് ഇനി ആ വീട്ടിലേക്ക് പോരണോ വേണ്ടയോ എന്ന്? അളിയൻ അവളോട് തന്നെ ചോദിച്ചു നോക്കി. ഷഹീറാണ് അത് പറഞ്ഞത്. സുറുമി ഇക്കാക്കയെ ഒന്ന് നോക്കി. അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. നിന്റെ തീരുമാനം എന്തു തന്നെയാണെങ്കിലും കൂടെ ഈ ആങ്ങള ഉണ്ടാവുമെന്നാണ് അവൻ പറയാതെ പറഞ്ഞത്. അതിനു മുമ്പേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. തുമ്പി മുന്നോട്ട് വന്നു. എല്ലാവരുടെ നോട്ടവും അവളിലേക്കായി. മുൻപിൽ നിൽക്കുന്നത് ഏതു ബാപ്പയായാലും പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞാണ് അവൾക്ക് ശീലം. നിങ്ങൾ എൻ്റെ ഇത്തയെ കൂട്ടിക്കൊണ്ടു പോയിട്ട് 1-2 മാസം കഴിഞ്ഞാലേ നിങ്ങളങ്ങ് ഗൾഫിലേക്ക് തിരിച്ചു പോകും. നിങ്ങൾ പോയി കഴിഞ്ഞാൽ എൻ്റെ ഇത്ത വീണ്ടും അവിടെ തനിച്ചാവും. അതോടെ നിങ്ങളെ ഉമ്മാൻ്റെയും പെങ്ങന്മാരെയും തനി നിറം പുറത്തെടുത്ത് തുടങ്ങില്ലെന്ന് ആര് കണ്ടോ? അതുകൊണ്ട് എൻ്റെ ഇത്താനെ എന്തായാലും ആ വീട്ടിൽ തനിച്ച് നിർത്താൻ പറ്റില്ല കേട്ടോ. ഒന്നുകിൽ നിങ്ങളോട് വീടെടുത്ത് മാറി താമസിക്ക്, അല്ലെങ്കിൽ ഇവിടെ ഈ വീട്ടിൽ വന്ന് നിൽക്ക്. എന്തായാലും അവർക്ക് ഇട്ട് തട്ടാനും അവരെ അടിമപ്പണി ചെയ്യിക്കാനൊന്നും എൻ്റെ ഇത്തയെ വിട്ടുകൊടുക്കില്ല. അവസാന വാചകം ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞവൾ പറയേണ്ടത് ആരോടായാലും പറയേണ്ട സമയത്ത് പറയണമല്ലോ. മാഹിർ നോവോടെയൊന്ന് ചിരിച്ചു. തുമ്പി പറയുന്നത് എനിക്ക് മനസ്സിലാവും. ഉള്ള ജോലി നഷ്ടപ്പെട്ടത് കൊണ്ടാണ് പെട്ടെന്ന് ഞാൻ നാട്ടിലേക്ക് വന്നത്. ഇനി എന്തായാലും ഈ അടുത്തൊരു തിരിച്ചുപോക്കുണ്ടാവില്ല. എന്ത് തന്നെയാണെങ്കിലും എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും കഷ്ടപ്പെടുത്തില്ലെന്നുള്ളത് മാഹിറിൻ്റെ വാക്കാണ്. മാഹിർ തുമ്പിയെ നോക്കി പറഞ്ഞു. അത് അവൻ്റെ കൽബിൽ നിന്ന് വന്ന ഉറപ്പുള്ള വാക്കുകളായിരുന്നുവെന്ന് കേട്ടു നിന്നവർക്കൊക്കെയും മനസ്സിലായി. ഈൻ്റെ കൂടെ വരൂലെ സുറുമേ? ചോദിക്കുമ്പോൾ അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു. അവളെന്തോ പറയാൻ വാ തുറന്നതും അവൻ്റെ കണ്ണിലെ നനവ് കണ്ടപ്പോൾ ഉള്ളിലുടക്കി. ഒരു തേങ്ങൽ മാത്രം പുറത്തേക്ക് കേൾക്കൂ. എന്താടി, നിനക്കെന്നോട് വെറുപ്പാണോ? തണുത്തെറിഞ്ഞു പോയി അവൻ്റെ സ്വരം. സുറുമി കണ്ണുകൾ ഇറുക്കെ പൂട്ടി. കണ്ണു തുറന്നവനെ നോക്കുമ്പോൾ കണ്ണുകൾ വീണ്ടും ഒഴുകിക്കൊണ്ടേയിരുന്നു. നീയില്ലാതെ എനിക്ക് കഴിയൂലടി. എന്നോട് എന്തെങ്കിലും ഒന്ന് മിണ്ട് പെണ്ണേ, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോവടി. സഹിക്കാൻ പറ്റണില്ല.
ഹൃദയവേദന കൊണ്ടവൻ്റെ ശബ്ദം ചിതറിപ്പോയി. തൊട്ടടുത്ത നിമിഷം സുറുമി കാറ്റുപോലെ ആ നെഞ്ചിലേക്ക് ചെന്ന് വീണിരുന്നു. ഇനിയും ആ കണ്ണുനീര് കണ്ടു നിന്നാൽ സുറുമിയുടെ ഹൃദയം പൊട്ടിപ്പോകും. നിങ്ങളില്ലാതെ നിങ്ങളില്ലാതെ എനിക്കും പറ്റില്ല മാഹിക്ക. അവൻ്റെ നെഞ്ചിൽ മുഖമുരുട്ടിയവൾ വിതുമ്പി. മാഹിർ ആ പെണ്ണിനെ നെഞ്ചോട് ചേർത്ത് ഉറക്കെ പുണർന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറുകയിൽ അമർന്നു. 4 വർഷത്തിന് ശേഷമുള്ളൊരു ചേർത്ത് പിടിക്കൽ. ഇരുവരും പരിസരം മറന്നുപോയി. ഇത്രയും നാൾ നെഞ്ചിൽ കൂട്ടിവെച്ച പരിഭവങ്ങളൊക്കെയും അവൻ്റെ നെഞ്ചിലേക്ക് പെയ്യാൻ തുടങ്ങി. ഒരു മാത്ര തന്നെ കാർന്നു തിന്നിരുന്ന സുൽത്താനയുടെ ഓർമ്മകൾ വീണ്ടും അവൻ്റെ തലച്ചോറിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു തുടങ്ങി. അന്ന് സുൽത്താന പാഞ്ഞു വന്ന് തന്നെ പുണർന്നത് ഓർമ്മ വന്നു. ആ നശിച്ച രാത്രിയിൽ സംഭവിച്ചു പോയ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത പലതും മനസ്സിലേക്ക് പുളിച്ചു തികട്ടി വന്നതും. മാഹിർ മനസ്സുകൊണ്ട് ആ പെണ്ണിൻ്റെ കാലിൽ വീണ് 1000 തവണ മാപ്പ് പറഞ്ഞു കഴിഞ്ഞിരുന്നു. കണ്ടിരുന്നവരുടെ കണ്ണുകളും സന്തോഷത്താൽ ഈറഞ്ഞണിഞ്ഞു. ചിപ്പൂട്ടൻ്റെ കൈയും പിടിച്ച് ഉമ്മറത്തേക്ക് വന്ന ഹാലമോൾ അവരെ കണ്ട് കൗതുകത്തോടെ നോക്കി. മോളൂട്ടിൻ്റെ ഉപ്പയാ, തുമ്പി അവൾക്ക് പറഞ്ഞു കൊടുത്തു. ആ കുഞ്ഞു മുഖം പൂത്തി വിടർന്നു. മാഹിക്ക, നമ്മുടെ കുഞ്ഞിനെ കണ്ടില്ലല്ലോ. ഇതാ നമ്മുടെ മോള്. അവളിപ്പോൾ വലിയ പെണ്ണായില്ലേ. അന്ന് മാഹിക്ക പോകുമ്പോൾ അവൾ ജനിച്ചിട്ട് 14 ദിവസം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ തന്നിട്ട് പോയ കുഞ്ഞിപ്പെണ്ണിനെ അവനെ കാണിക്കുമ്പോൾ അവളുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങി. ഫോണിലൂടെ കാണുന്ന ഉപ്പയെ നേരിട്ട് കണ്ടപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് നാണം. നഖം കടിച്ച് കള്ളച്ചിരിയോടെ അവൾ സുറുമിയുടെ പുറകിൽ ഒളിച്ചതും മാഹിർ കുനിഞ്ഞു വന്നവളെ പൊക്കിയെടുത്തു. അവളുടെ നെറ്റിൽ ഉപ്പയുടെ വാത്സല്യം നിറച്ചൊരു ചുംബനം നൽകി. സുറുമി അവരെ നോക്കി ചിരിച്ചു. നാളുകൾക്ക് ശേഷം ഇരുവരുടെയും ഹൃദയത്തിൽ വല്ലാത്തൊരു നിറവ് അനുഭവപ്പെട്ടു. എത്ര പിടിച്ചു വെച്ചിട്ടും കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകി. മുറ്റത്ത് തന്നെ നിൽക്കാതെ അകത്തേക്ക് കയറി വാളിയാ. ഷഹീർ അവനെ സ്നേഹത്തോടെ അകത്തേക്ക് വിളിച്ചു. മോളെ എടുത്തുകൊണ്ടവൻ സുറുമയോടൊപ്പം അകത്തേക്ക് കയറി. ഷഹീർ മാഹിറിൻ്റെ കൈ പിടിച്ച് സുറുമയുടെ ഉപ്പ കിടക്കുന്ന റൂമിലേക്ക് കയറി. മരുമകനെ കണ്ട് അയാൾ എഴുന്നേറ്റിരുന്നു. അവരെ അവിടെ വിശേഷം പറഞ്ഞിരിക്കുന്നത് കണ്ട് സുറുമി അടുക്കളയിലേക്ക് വലിഞ്ഞു. ഇപ്പോൾ കണ്ണുകൾ തോർന്നിട്ടുണ്ട്. പകരം ചുണ്ടിൽ നാണം കലർന്നൊരു ചിരി വിളർന്നിരിക്കുന്നു. ഇതുവരെ ഇല്ലാത്തത്ര സന്തോഷവും. അടുക്കളയിൽ ലൈലുമ്മയും തുമ്പയും കല്ലും കാര്യമായി എന്തൊക്കെയോ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. സുറുമി അവർക്കിടയിലേക്ക് ചെന്നു. അവരെ സഹായിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോഴാണ് അവൾക്ക് ജിന്നിനെ ഓർമ്മ വന്നത്. ജിന്ന് ഇന്നലെ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. നാളെ നിൻ്റെ പ്രേതമൻ ഉറപ്പായും വരും. ഈ ജിന്ന് വെറുതെ ഒന്നും പറയാറില്ല. എനിക്ക് ചെറിയ ദിവ്യശക്തി ഉണ്ടെന്ന് കൂട്ടിക്കോ. സുറുമിക്ക് ആ നിമിഷം തന്നെ തൻ്റെ സന്തോഷം ജിന്നിനെ അറിയിക്കാൻ തോന്നി. ഞാനിപ്പോൾ വരാട്ടോ തുമ്പി. എങ്ങോട്ടാ? കെട്ടുവിനെ കാണാനാണോ? ചെല്ല്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കിട്ടൂലല്ലോ ഇത്താത്തയെ. തുമ്പി കളിയാക്കി പറയുന്നത് കേട്ട് തന്നെ അവൾ റൂമിലേക്ക് നടന്നു. ചാർജിലിട്ട ഫോണെടുത്ത് FB തുറന്നു. നീ ശരിക്കൊരു ജിന്ന് തന്നെയാട്ടോ ജിന്നെ. നിന്റെ വാക്കുകൾ സത്യമായിരിക്കുന്നു. എൻ്റെ പ്രേതമൻ എന്നെ തേടി എത്തിയിട്ടോ. ഞാൻ കണ്ണു നിറച്ച് കണ്ടു. ഈ നിമിഷം ലോകത്തെ ഏറ്റവും സന്തോഷിക്കുന്ന പെണ്ണ് ഞാനായിരിക്കും. അവൾ അവളുടെ സന്തോഷം അക്ഷരങ്ങളൂടെ അവനെ അറിയിച്ചു. സുറുമിയുടെ ഉപ്പയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മാഹിറിൻ്റെ ഫോണിലേക്ക് സുറുമിയുടെ മെസ്സേജ് വരുന്നത്. അവനത് തുറന്നു നോക്കി. അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടിലേക്ക് ഒരു പുഞ്ചിരി എത്തി. അവൻ ആ പെണ്ണിനെ ഒന്ന് കളിപ്പിക്കാൻ തോന്നി. ആഹാ, അടിപൊളി. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് സത്യമായില്ലേ? ഇന്നലെ എന്തൊക്കെയായിരുന്നു? അപ്പോഴത്തെ സങ്കടത്തിൽ ഈ വല്ല കടുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ സന്തോഷം അനുഭവിക്കുക നീ ഉണ്ടാകുമായിരുന്നല്ലോ. ഇതാണ് പറയുന്നത് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമെന്ന്. ഇന്ന് പടച്ചവനൊരു വലിയൊരു ദുഃഖം നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വലിയൊരു സന്തോഷം അവന് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാവും. പരീക്ഷണഘട്ടത്തിൽ ക്ഷമകേട് കാണിക്കാതെ മുന്നോട്ട് തുഴയുകയാണ് വേണ്ടതെന്ന് ഇപ്പോൾ സുറുമിക്ക് മനസ്സിലായി കാണുമല്ലേ? മാഹിർ അവർക്കിടയിൽ ഇരുന്ന് തന്നെ അവൾക്കുള്ള മറുപടി അയച്ചു. ഒത്തിരി നന്ദി മനസ്സിലാക്കി തന്നതിന്, വിഷമഘട്ടത്തിൽ ഒരു സുഹൃത്തായി കൂടെ നിന്നതിന്. അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് മെസ്സേജ് ടൈപ്പ് ചെയ്തത്. ഇനിയിപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കാനുള്ള സമയമൊന്നും കിട്ടുകയുണ്ടാവില്ല അല്ലേ? ജിന്നിനെ നീ മറക്കോ സുറുമി? ഏയ്, ഒരിക്കലുമില്ല. ഒരു സുഹൃത്തായി ഞാൻ എപ്പോഴും ഓർക്കും. എൻ്റെ മാഹിക്കയോട് ഞാൻ നിന്നെക്കുറിച്ച് പറയുന്നുണ്ട്, ഈ ജിന്നിനെക്കുറിച്ച്. ഇത്താത്ത എന്താ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിൽക്കണേ? തുമ്പിയുടെ ശബ്ദം പുറകിൽ നിന്ന് കേട്ടതും സുറുമിയുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു. തുമ്പിയോട് ഇതുവരെ അവൾ പറഞ്ഞിട്ടില്ല. തുമ്പി അറിഞ്ഞാൽ അവൾ ലൈലുമ്മയോട് പറഞ്ഞാലോ? അവിടുത്തെ പുകലിലുള്ള വകയാവും. പ്രവാസിയുടെ ഭാര്യയായി താൻ ഒരു പുരുഷനോട് ചാറ്റുന്നു എന്നറിഞ്ഞാൽ അവരൊക്കെ സംശയത്തിൻ്റെ കണ്ണിലൂടെ മാത്രമേ അതിനെ നോക്കിക്കാണൂ. ഞാനൊരു ചീത്ത പെണ്ണാണെന്ന് വരെ ഉമ്മ വരെ പറഞ്ഞു കളയും.
അങ്ങനെയൊക്കെ ഓർത്തപ്പോൾ തുമ്പിയോട് തൽക്കാലം ഒന്നും പറയേണ്ടെന്ന് തോന്നി. ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ, പരുങ്ങലോടെ പറഞ്ഞ് സുറുമി ഫോൺ മാറ്റിവെച്ചു. വെറുതെ നിൽക്കാൻ കണ്ട സമയം ഇതിനെ ഞാനിന്ന്. അവിടെ ഒരാൾ ഇത്താനെ അന്വേഷിക്കണമെന്നുണ്ട്, പോകണമെന്ന് പറഞ്ഞ് കയറ് പൊട്ടിക്കുക. വന്നേ. തുമ്പി അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു. താൻ ജിന്നിന് മെസ്സേജ് അയക്കുന്നത് തുമ്പി കണ്ടു കാണുമോ എന്ന് ആശങ്ക വിട്ടകന്നതും സുറുമി ചിരിയോടെ തുമ്പിയുടെ കൂടെ നടന്നു. സുറുമി, വേഗം ഒരുങ്ങുവാ, നിങ്ങളെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാൻ. സുറുമിയെ കണ്ടതും മാഹിർ പോകാൻ തിടുക്കം കൂട്ടി. അതൊന്നും പറ്റൂല, ഒത്തിരി നാളുകൾക്ക് ശേഷം വന്നതല്ലേ എൻ്റെ അളിയനെ, ചായയ്ക്ക് കുടിച്ചിട്ട് പോയാൽ മതി, ഷഹീർ നിർബന്ധിച്ചു. നമുക്ക് ചായ കുടിച്ചിട്ട് പോവാട്ടോ. കണ്ണു ചുരുക്കി അവനെ മാത്രം കേൾക്കാൻ പാകത്തിൽ സുറുമി ആ കാതോരം മുഖം അടുപ്പിച്ച് പറഞ്ഞതും. എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് മാഹിർ തലനക്കി. അവളുടെ ആ സന്തോഷം നിറഞ്ഞ മുഖം കാണുമ്പോൾ അവനെങ്ങനെ നിരസിക്കാൻ കഴിയും? ഇത്രയും ദിവസം അവളെ ഒന്ന് വിളിക്കുക പോലും ചെയ്യാത്ത തന്നെ കണ്ടപ്പോൾ ഒരു തരിമ്പ് പോലും ദേഷ്യം കാണിക്കാത്തവളാണ്. എൻ്റെ പെണ്ണിനെ പോലെ അവൾ മാത്രമേ ഉള്ളൂ. സുറുമി അവനെ നോക്കി മനോഹരമായൊരു ചിരി നൽകി. അവളുടെ ആ ചിരി അവൻ്റെ ഹൃദയം. അവളെ നോക്കുമ്പോൾ പ്രണയത്തിനപ്പുറം നേർത്തൊരു കുറ്റബോധവും തലപൊക്കി തുടങ്ങുന്നത് അവനെ അറിയുന്നുണ്ടായിരുന്നു. താൻ അവളോട് ചെയ്ത വലിയ തെറ്റ് എന്നെങ്കിലും ഒരിക്കൽ സുറുമി അറിയുമ്പോൾ അവൾ തന്നെ ശപിക്കില്ലേ? അവൾ തന്നെ വെറുത്തു പോകില്ലേ? നിന്റെ സ്നേഹം കാണുമ്പോൾ ചങ്ക് പൊടിയുകയാണ് പെണ്ണെ. കണ്ണിൽ നനവൂറും മുൻപവൻ അവളിൽ നിന്ന് നോട്ടം തിരിച്ചുവിട്ടു. ഇൻഷാ അല്ലാഹ്, ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.